നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ തന്നെ മറ്റൊരു പ്രത്യേക മേഖലയെക്കുറിച്ചാണ്. അല്ലേ, ഭൂമിയുടെ ചലനങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. ഭൂമിയുടെ ചലനങ്ങൾ നമ്മൾ പൊതുവായിട്ട് പഠിക്കുമ്പോൾ എത്രയായിട്ടാണ് പഠിക്കുന്നത്? രണ്ടായിട്ടാണ് പഠിക്കുന്നത്. അതിലൊന്ന് ഭ്രമണം എന്ന് പറയാറുണ്ട്, മറ്റൊന്ന് പരിക്രമണം എന്ന് പറയാറുണ്ട്. അല്ലേ, ഒന്ന് റൊട്ടേഷൻ എന്നും മറ്റേതിന് നമ്മൾ റവല്യൂഷൻ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ നോക്കിയാൽ അത് ഭ്രമണമാണ്. അല്ലേ, ഭ്രമണം എന്ന് വെച്ചാൽ ഭൂമി അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ ഒരു 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ ഷോൾഡർ പോലെയാണ് ഭൂമി നിൽക്കുന്നത് എന്ന് സങ്കല്പിച്ചേക്കുക. അങ്ങനെ ഒരു 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടാണ്. അങ്ങനെ ചരിഞ്ഞു നിന്നിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? സൂര്യന് ചുറ്റും വലവും വയ്ക്കുന്നു. അപ്പോൾ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതിനെ നമ്മൾ പരിക്രമണം എന്നും സ്വയം തിരിയുന്നതിനെ നമ്മൾ ഭ്രമണം എന്നുമാണ് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടറിയാം. എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി തിരിയുന്നത്. അല്ലേ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ എന്ന് പറയുന്നത് കിഴക്കുതിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. ദിനരാത്രങ്ങൾ സംഭവിക്കുന്നത് ഭൂമിയുടെ ഈ ഒരു ഭ്രമണം കൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഭൂമി ഒരു തവണ സ്വയം ഇങ്ങനെ തിരിഞ്ഞു വരാനായിട്ട് എത്ര സമയമെടുക്കും? അതാണ് നമ്മൾ അറിയേണ്ടുന്നത്. അല്ലേ, 24 മണിക്കൂറെന്ന് നമ്മൾ കോമൺ ആയിട്ടൊരു ഉത്തരം കണ്ടെത്തി വെച്ചിട്ടുണ്ട്, 24 മണിക്കൂറെന്ന്. പക്ഷേ കൃത്യമായ ഉത്തരം എന്ന് പറയുമ്പോൾ 23 മണിക്കൂറേ ഉള്ളൂ. അല്ല, 23 മണിക്കൂർ കഴിഞ്ഞിട്ട് 56 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 23 മണിക്കൂറും 56 മിനിറ്റും അത് കഴിഞ്ഞ് 4 സെക്കൻഡ്, ഇത്രയുമാണ് ഭൂമി ഒന്ന് സ്വയം തിരിയുന്നതിന് എടുക്കുന്ന സമയം. ഇങ്ങനെ തിരിയുമ്പോൾ ഭൂമി സൂര്യൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗം എപ്പോഴും വെളിച്ചമായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഭൂമിയുടെ പകുതി ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും വെളിച്ചം അല്ലെങ്കിൽ പകലായിരിക്കും. പകുതി ഭാഗം എപ്പോഴും അന്ധകാരം അല്ലെങ്കിൽ രാത്രിയുമായിരിക്കും. അങ്ങനെ ഭൂമിയുടെ ആ സാങ്കല്പികമായി തിരിവ് നമ്മളൊരു ഗ്ലോബ് എടുത്ത് വെച്ച് നോക്കിയാൽ എപ്പോഴും ഗ്ലോബിൻ്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് രാത്രിയും പകുതി ഭാഗം എന്ന് പറയുന്നത് പകലുമായിരിക്കും. അങ്ങനെ പകലിനെയും രാത്രിയെയും തമ്മിൽ ഇങ്ങനെ വേർതിരിക്കുന്നു. എങ്ങനെയാണ്? നമ്മൾ സാങ്കല്പികമായിട്ടാണ് വേർതിരിക്കുന്നത്. അങ്ങനെ സാങ്കല്പികമായിട്ട് വേർതിരിക്കുന്ന ഒരു രേഖയെ നമ്മൾ പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് വെച്ചാൽ, ഭൂമിയുടെ ഒരു പ്രതിരൂപം നമ്മളൊരു ഗ്ലോബിൽ ആവിഷ്കരിക്കുമ്പോൾ ആ ഗ്ലോബ് സൂര്യനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ബൾബ് വെച്ചിട്ട് അതിന് അഭിമുഖമായിട്ട് വയ്ക്കുമ്പോൾ ആ ബൾബിന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം വെളിച്ചവും അതിൻ്റെ പിൻഭാഗത്ത് എപ്പോഴും അന്ധകാരവുമായിരിക്കും. അങ്ങനെ ഒരു ഭാഗം വെളിച്ചവും മറുഭാഗം അന്ധകാരവുമാകുമ്പോൾ ഈ അന്ധകാരത്തിനെയും വെളിച്ചത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ, ആ രേഖയെ ആണ് നമ്മൾ ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു ഭൗമദിനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നതിന് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡിനെയാണ് ഒരു ഭൗമദിനം എന്ന് നമ്മൾ പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലേ, ഇനി ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലേ, ഭൂമി ഇങ്ങനെ കറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കറങ്ങുമ്പോൾ ഭൂമിക്കൊരു വേഗത ഉണ്ട്. നമ്മളൊരു വാഹനം ഓടിച്ചാൽ നമ്മൾ ശരാശരി എത്രയായിരിക്കാം? ഇലക്ട്രിക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ലൈസൻസ് വേണ്ടാതാണെങ്കിൽ 25 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ടൂ വീലർ ആണെന്നുണ്ടെങ്കിൽ 40-ൽ ഓടിക്കുന്നവരുണ്ട്, 60-ൽ ഓടിക്കുന്നവരുണ്ട്. കാറാണെങ്കിൽ 80-നും അതിന് മുകളിൽ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തിനും ഏതിനും ഒരു വേഗതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ പാച്ചിലിൻ്റെ വേഗത എത്രയാണ്? അല്ലേ, സ്വയം തിരിയുന്ന ആ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 1680 കിലോമീറ്റർ പെർ അവർ. 1680 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ 1680 കിലോമീറ്ററാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. എവിടെയാണിത്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് ഈ വേഗത. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വേഗത കുറഞ്ഞു വരും. ഉത്തര ധ്രുവത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ വേഗത എന്ന് പറയുന്നത് തൊട്ട് വില. കാര്യം എന്താണ്? സൂചി അടിച്ച് വെച്ചിരിക്കുന്ന പോലെ അനങ്ങാതിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം ആ രണ്ട് ധ്രുവങ്ങളിൽ, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഇങ്ങനെ സാങ്കല്പികമായിട്ട് നിന്നിട്ടാണ് ഭൂമി തിരിയുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അവയാണ് സമുദ്രജലങ്ങളുടെ പ്രവാഹം. അല്ല, സമുദ്രജല പ്രവാഹങ്ങൾ നിയന്ത്രിക്കുന്നത് ഭൂമിയുടെ ഭ്രമണമാണ്. അതേപോലെ ദിനരാത്രങ്ങൾ, അല്ലെ, രാത്രിയും പകലും ഉണ്ടാകുന്നതും ഭൂമിയുടെ ഈ ഒരു ഭ്രമണം മൂലമാണ്. കൂടാതെ വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാകുന്നത് ഭൂമിയുടെ ഈ ഒരു ഭ്രമണം മൂലമാണ്. അല്ലേ, വേലിയേറ്റവും വേലിയിറക്കവും ദിനരാത്രങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും എല്ലാം കാരണമാവുന്നത് ഈ പറയുന്ന ഭ്രമണം മൂലമാണ്. ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ആവിഷ്കരിക്കുവാനായിട്ട് ഒരു ഭൂമിശാസ്ത്രകാരൻ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലിയോൺ ഫുക്കോൾട്ട് എന്നാണ് പറയുന്നത്.
അദ്ദേഹം ഒരു ഫുക്കോൾട്ട് പെൻഡുലം തയ്യാറാക്കി. എന്നിട്ട് ആ പെൻഡുലം വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം തയ്യാറാക്കിയത്. ആ പെൻഡുലം അറിയപ്പെടുന്ന പേരാണ് ഫുക്കോൾട്ട് പെൻഡുലം എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഫുക്കോൾട്ട് പെൻഡുലം എന്ന് വെച്ചാൽ ലിയോൺ ഫുക്കോൾട്ടിൻ്റെ പെൻഡുലമാണ്. 1851 അദ്ദേഹം ഈ ഫുക്കോൾട്ട് പെൻഡുലം വെച്ചുള്ള പരീക്ഷണം നടത്തിയത്. ഇതാണ് ഭ്രമണം എന്ന് പറയുന്ന ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിക്രമണം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നോക്കാം. അതായത് ഭൂമി സ്വയം തിരിയുന്നതിനൊപ്പം സൂര്യനെ കൂടി ചുറ്റി വലം വയ്ക്കുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ പരിക്രമണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലേ, ഒരു പാതയിലൂടെയാണ്. എങ്ങനെയുള്ള പാതയിലൂടെ എന്ന് ചോദിച്ചാൽ നേർരേഖയിലൂടെ അല്ല അല്ലേ പോകുന്നത്, ഒരല്പം ചരിഞ്ഞ പാതയിലൂടെയാണ്, ഒരു സിക്സാക് മാനറിലുള്ള ഒരു പാതയിലൂടെയാണ് അവർ പോകുന്നത്, ഭൂമി പരിക്രമണം ചെയ്യുന്നത്. അല്ലേ, എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒരു സാങ്കല്പികമായൊരു ഓർബിറ്റ് ഉണ്ട്, ഒരു ഭ്രമണപഥമുണ്ട്, അതിലൂടെയാണ് ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തവണ ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്ത് വരുവാൻ, അല്ലെങ്കിൽ സൂര്യനെ ചുറ്റി വരുവാൻ എടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1 വർഷം എന്ന് പറയും. അല്ലേ, അപ്പോൾ ഒരു വർഷത്തിൽ എങ്ങനെയാണ് ആ കണക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ 365 ദിവസം, 5 മണിക്കൂറുകൾ, 48 മിനിറ്റുകൾ, 45 സെക്കൻഡുകൾ. അപ്പോൾ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും എടുത്താണ് ഭൂമി സൂര്യനെ വലം വെച്ച് വരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു വർഷമായിട്ട് കണക്കിലെടുക്കുന്ന 365 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 5 മണിക്കൂർ 48 മിനിറ്റ് 45 ദിവസം എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോൾ മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 24 മണിക്കൂർ കിട്ടുന്നു. ആ 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യാണ്, 4 വർഷം കൂടി വരുമ്പോൾ, അതായത് ഇപ്പോൾ 2024 നമ്മൾ ഫെബ്രുവരി മാസത്തെ കലണ്ടറിൽ 28 പകരം 29 കൊടുത്ത് ഈ പറയുന്ന സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 4 വർഷം കൂടുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ അധിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പരിക്രമണം എന്തിനെല്ലാം കാരണമാകുന്നു എന്നുകൂടി നമ്മൾ പറയണം. അല്ലേ, പരിക്രമണം വെച്ചാൽ സൂര്യനിൽ നിന്നും ഭൂമി അകന്നു പോകുന്ന അല്ലെങ്കിൽ അടുത്തേക്ക് വരുന്നൊരു സന്ദർഭമാണ്. അല്ലേ, അപ്പോൾ ആ ചൂട് എന്ന് പറയുന്നത് ഭൂമിക്ക് അനുഭവപ്പെടുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയാണ്. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അനുഭവപ്പെടുക, കാലാവസ്ഥ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും. അല്ലേ, കാലാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അല്ലേ, സമയവും ദിവസവും എല്ലാം എന്തായിരിക്കും, ഏറെയും കുറഞ്ഞും ഇരിക്കും. അതായത് ഒരു 3 മാസം മുൻപത്തെ ദിവസത്തിലുണ്ടായിരുന്ന സമയമായിരിക്കുകയില്ല ഒരു 6 മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന സമയം. കാര്യം എന്താണ്, സൂര്യനിൽ നിന്ന് അടുത്തു വരികയും അകന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 തരം ചലനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നോക്കിയാൽ പല സിദ്ധാന്തകാരന്മാരും ഭൗമശാസ്ത്രകാരന്മാരും ഒരുപാട് തിയറികൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ജിയോസെൻട്രിക് തിയറി എന്നാണ് പറയുന്നത്. എന്താണ് ജിയോസെൻട്രിക് തിയറി വെച്ചാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന തിയറിയാണ് നമ്മൾ ജിയോസെൻട്രിക് തിയറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ജിയോസെൻട്രിക് തിയറിയൊക്കെ വികസിപ്പിച്ചെടുത്തതാണ് ടോളമിയാണ്. ഭൂമിശാസ്ത്രകാരനായിട്ടുള്ള ടോളമിയാണ് പറഞ്ഞത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നും ഭൂമിയെ ചുറ്റിപ്പറ്റിയാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം തിരിയുന്നതും എന്നും വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ടോളമി. ടോളമിയുടെ ഈ വിശ്വാസം തന്നെയായിരുന്നു അരിസ്റ്റോട്ടലിന് വരെ ഉണ്ടായിരുന്നത്. അല്ലേ, പിന്നീട് ഇതിന് മാറ്റം സംഭവിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനായ ഗണിതശാസ്ത്രകാരനായ ആര്യഭടൻ്റെ ഹീലിയോസെൻട്രിക് തിയറി അഥവാ സൗരകേന്ദ്ര സിദ്ധാന്തം വരുന്നതോടുകൂടിയാണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനെ ചുറ്റിയാണ് ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും മറ്റ് ഇതര വായു ധൂമകേതുക്കളുമെല്ലാം വിലസുന്നതും കറങ്ങുന്നതുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹീലിയോസെൻട്രിക് തിയറി പക്ഷേ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയെന്ന് എല്ലാവരും പറയുന്നവരാണ്. കോപ്പർനിക്കസ് എന്ന് പറയുന്ന മറ്റൊരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സൗരകേന്ദ്ര സിദ്ധാന്തം അല്ലെങ്കിൽ ആ പറയുന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആ സൗരകേന്ദ്ര സിദ്ധാന്തം അഥവാ ഹീലിയോസെൻട്രിക് തിയറി പ്രചാരത്തിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ഭൂമിയെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ളത് എന്താണ്, പുറമേയുള്ളത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. അല്ലേ, കാണാൻ സാധിക്കുന്നതാണ് ഭൂമിയുടെ പുറമേ ഉള്ളത്. പക്ഷേ ഭൂമിയുടെ ഉള്ളിലുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട് ഇല്ല. അപ്പോൾ അത് എന്താണ്, അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായൊരു പഠനം നമുക്ക് നടത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? അല്ലേ, ഇൻറ്റീരിയർ ഓഫ് ദ എർത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു കണക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതത്രയാണ്.
6370 കിലോമീറ്ററോളം ഭൂമിയിലൂടെ കുഴിച്ച് താഴേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഭൂമിയുടെ ഒത്ത മധ്യഭാഗത്ത് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ എർത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. 6370 കിലോമീറ്ററാണ് ഭൂമിയുടെ ഉള്ളറയിലേക്കുള്ള ആഴമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മാക്സിമം എത്ര വരെ കുഴിച്ചു പോയിട്ടുണ്ട്? പെട്രോളിയം എക്സ്പെഡിഷൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭൂമിയുടെ അടിയിൽ എത്രത്തോളം ആഴത്തിലാണ് ഉള്ളതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എണ്ണക്കിണറുകൾ കുഴിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ രത്നങ്ങളും വെള്ളികളും വൈഡൂര്യങ്ങളുമെല്ലാം കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഖനികൾ, ആ ഖനികളിൽ നമ്മൾ കുഴിക്കുമ്പോൾ നമുക്ക് പരമാവധി പോകാൻ സാധിച്ചിട്ടുള്ളത് പരമാവധി 6 കിലോമീറ്റർ ദൂരം വരെ മാത്രമേ നമുക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ. പക്ഷേ 6 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും നമുക്ക് സഹിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള ചൂട് ബഹിർഗമിക്കും. അപ്പോൾ പിന്നെ ആക്ടിവിറ്റികളൊന്നും തന്നെ നടക്കുകയില്ല. അതായത് കൊണ്ടുപോകുന്ന ഉപകരണങ്ങളെല്ലാം ഉരുകിപ്പോകുന്ന തരത്തിലുള്ള ചൂടാണ് അവിടെ അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ 6 കിലോമീറ്ററിനപ്പുറം നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും ഇത് ഭൂമധ്യരേഖ പ്രദേശത്തെ കാര്യമാണ് 6 കിലോമീറ്റർ പറയുന്നത്. എന്നാൽ പരമാവധി നമ്മൾ മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. അത് ഉത്തര ധ്രുവത്തിനടുത്തുള്ള കോള എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അല്ലെ, കുടിക്കുന്ന കോള എന്ന് ഓർത്താൽ മതി. അപ്പോൾ കോള എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? 12 കിലോമീറ്റർ ആഴത്തിൽ ചെന്നിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അത്രയും മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ഉൾഭാഗത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ ആ പഠനം നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? അതിന് നമുക്ക് ലഭ്യമാകുന്നത്, സഹായകമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഉപരിതല പാറകളാണ്. അല്ല, ഉപരിതല പാറകളെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുമുള്ള സ്രവങ്ങൾ പുറത്തേക്ക് വന്ന് തണുത്ത് ഉറഞ്ഞ് ഉണ്ടാകുന്ന പാറകളാണ് ഉപരിതല പാറകളെന്ന് പറയുന്നത്. അതേപോലെ ഖനികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഖനികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്ന പാറകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പരീക്ഷണത്തിന് എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഖനികളിൽ നിന്ന് ലഭിക്കുന്ന പാറകൾ സോഴ്സാണ്. അതേപോലെ ഉപരിതല പാറകൾ. ഈ ഉപരിതല പാറകൾ എന്ന് പറയുമ്പോൾ ഉപരിതലത്തിൽ പാറകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? അത് ഭൂമിയുടെ ഉൾഭാഗത്ത് ചില സ്ഫോടനങ്ങൾ ഉണ്ടാകും. ആ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഉരുകിയൊലിക്കുന്ന മാഗ്മയാണ് ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. ആ മാഗ്മ ആ ഏതെങ്കിലും ഒരു ചെറിയ വിടവിലൂടെ ഭൂമിയുടെ പുറം ഭാഗത്തേക്ക് എത്തി അവിടെ അങ്ങ് തണുത്തുറഞ്ഞ് പാറയായിട്ട് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ലാവയായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാറകളാണ് ഉപരിതല പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഉപരിതലത്തിൽ പാറകൾ വരുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് ഭൗമാന്തർഭാഗത്തുള്ള ചുട്ടുപഴുത്ത ദ്രാവക രൂപത്തിലുള്ള മാഗ്മ ബഹിർഗമിക്കുകയും അത് ലാവ എന്ന പേരിൽ തണുത്തുറഞ്ഞ് ഭൂമിയുടെ മുകളിൽ വരികയും ചെയ്യുമ്പോഴാണ് പാറയായിട്ട് മാറ്റപ്പെടുന്നത്. ഈ പാറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മുടെ ഭൗമശാസ്ത്രകാരന്മാർ പഠിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സോഴ്സാണ് ഉപരിതല പാറയും ഖനികളിൽ നിന്ന് ലഭിക്കുന്ന പാറയും എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട്? പിന്നെ ഭൂകമ്പങ്ങളുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും സംഭവിക്കാറുണ്ട്. ഭൂമിയുടെ ഉള്ളറയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുകൾ കിട്ടാറുണ്ട്. ഭൂകമ്പം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ ധാരാളം ഊർജ്ജമുണ്ട്. കാരണം ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ആണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചൂടുള്ള എന്തുണ്ട്? ഊർജ്ജമുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഊർജ്ജത്തിന് പുറത്തേക്ക് ബഹിർഗമിച്ച് വരുവാനൊരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് വരും. അങ്ങനെ ഊർജ്ജത്തിൻ്റെ ബഹിർഗമനമാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പേരിട്ട് പറയുന്നത്. അപ്പോൾ ഊർജ്ജം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കമ്പനം ഉണ്ടാകും. ഈ കമ്പനത്തിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് വിളിക്കുന്നത്. അതെവിടെയാണ് ഉണ്ടാകുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏതെങ്കിലും ഒരു പാറകൾക്ക് വിടവുകൾ ഉണ്ടാകും. ആ വിടവുകളിലേക്ക്, ആ വിള്ളലുകളിലേക്ക് മാഗ്മ തള്ളിക്കയറി വന്ന് പുറത്തെത്തുന്നതാണ് ഈ പറയുന്ന എർത്ത് ക്വേക്കും അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അത് താഴ്ത്തപ്പെടുകയോ ഉയർത്തപ്പെടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇത് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഭൂകമ്പം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ആരംഭ കേന്ദ്രമുണ്ടാവും, അല്ലേ? ആ ആരംഭ കേന്ദ്രം എന്ന് പറയുന്നത് ഒരുപാട് കിലോമീറ്ററുകൾ താഴെയായിരിക്കും ഭൂമിക്ക്. ഭൂമിയുടെ ഒരുപാട് താഴെയായിട്ടുണ്ടാകുന്ന ആ കേന്ദ്രത്തിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ഫോക്കസ് എന്നാണ് പറയുന്നത്, അല്ലേ? ഫോക്കസ് ഭൂകമ്പത്തിൻ്റെ ആരംഭ കേന്ദ്രമാണ്. എവിടെ നിന്നാണോ ഭൂകമ്പം ആരംഭിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ആരംഭ കേന്ദ്രമാണ്, അല്ലേ? ചിലപ്പോൾ അത് 10, 100, 150 കിലോമീറ്റർ അടിയിലായിരിക്കാം ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫോക്കസ് ഉണ്ടാകുന്നു. ഇതാണ് ഫോക്കസ്. ഇവിടെ നേരെ മേൽപോട്ട് തരംഗം വരികയാണ്. അപ്പോൾ തരംഗം വരുമ്പോൾ എന്താണ്? ഭൂമിയുടെ നേരെ ഉപരിതലത്തിൽ വരികയാണ്. താഴെ ഉണ്ടാകുന്ന ഒരു സംഭവം, അതായത് ഭൂമി എന്നുണ്ടെങ്കിൽ ഇതിവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് നേരെ തരംഗം മുകളിലേക്ക് വരികയാണ്. അങ്ങനെ തരംഗം മുകളിൽ വരുന്നു. അതായത് എവിടെയാണ്? ആരംഭ കേന്ദ്രത്തിൻ്റെ നേരെ മുകളിൽ
ഭൂകമ്പം ആരംഭിക്കുന്നത് എവിടെയാണ്? ഒരു ഫോക്കസിലാണ്. ആ ഫോക്കസിൻ്റെ നേരെ മുകളിലുള്ളൊരു ഭാഗമുണ്ട്, അവിടെയാണ് നമ്മൾ എപ്പി സെൻറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ തീവ്രത അനുഭവപ്പെടുന്നത് ഈ എപ്പി സെൻറ്ററിൽ നേരെ മുകളിലേക്കാണ് വരുന്നത് അല്ല. നേരെ മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് നമ്മൾ എപ്പി സെൻറ്റർ. അപ്പോൾ നേരെ മുകളിലേക്കും പോകും, വശങ്ങളിലേക്കും പോകും, ഈ ആംഗിളിലും പോകും അല്ലേ. അങ്ങനെ നോക്കിയാൽ എവിടെയാണ് കൂടുതൽ പ്രശ്നമെന്ന് ചോദിച്ചാൽ നേരെ മുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ആ കേന്ദ്രത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ എപ്പി സെൻറ്റർ എവിടെ എന്ന് ചോദിച്ചാൽ ആ ഭൂകമ്പ കേന്ദ്രം അഥവാ ഫോക്കസിൻ്റെ നേരെ മുകളിൽ കാണപ്പെടുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. എപ്പി സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള തരംഗങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം അനുഭവപ്പെടുന്നതെന്ന് പറയാം നമുക്ക് അല്ലേ. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്താണ്? ഈ ഭൂകമ്പത്തിൻ്റെ ഊർജ്ജം തരംഗ രൂപത്തിലാണ് ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂകമ്പത്തിൻ്റെ ആ തീവ്രത എന്ന് പറയുന്നത് തരംഗ രൂപത്തിലാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തരംഗങ്ങളുടെ രേഖപ്പെടുത്താനായിട്ടൊരു ഉപകരണമുണ്ട് അല്ലേ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മോഗ്രാഫ് എന്ന് വിളിക്കുന്നത് അല്ലേ. സീസ്മോഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ സീസ്മോഗ്രാഫ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ സീസ്മോഗ്രാഫ് തരംഗങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. എന്തിൻ്റെ തരംഗങ്ങളെ? ഭൂകമ്പത്തിൻ്റെ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ 2 തരം തരംഗങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും അല്ലേ. 2 തരം തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബോഡി വേവ്സ് എന്ന് പറയും അല്ലേ. ബോഡി വേവ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കാം? നമ്മുടെ പ്രധാനപ്പെട്ട തരംഗങ്ങൾ പ്രൈമറി വേവ്സ് എന്നാണല്ലേ. പ്രാഥമിക തരംഗങ്ങളെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ തരംഗങ്ങൾ നമ്മൾ വിളിക്കുന്നത് ഉപരിതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സിസ്മോഗ്രാഫ് 2 തരത്തിലുള്ള തരംഗങ്ങളുടെ ചലനത്തെയാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് ബോഡി വേവ്സ് എന്നാണ് പറയുന്നത്, രണ്ടാമത്തേത് സർഫസ് വേവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോഡി വേവ്സ് എന്ന് വെച്ചാൽ പ്രാഥമിക തരംഗങ്ങളാണ് അല്ലേ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം? നമ്മുടെ 2 ബോഡി വേവ്സ് വെച്ചാൽ ഉപരിതലത്തിലുള്ള തരംഗങ്ങളാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സർഫസ് വേവ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ബോഡി വേവ്സും സർഫസ് വേവ്സും ഉണ്ട്. ഇനി ഈ ബോഡി വേവ്സിനെ നമ്മൾ നോക്കിയാൽ അത് 2 തരത്തിലുണ്ട് അല്ലേ. ബോഡി വേവ്സ് സിസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തിൻ്റെ ചലനങ്ങളിൽ ഒന്നാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഈ ബോഡി വേവ്സിൽ ഒന്നാമത്തേതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രൈമറി വേവ്സ് എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി വേവ്സ് വെച്ചാൽ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നു അല്ലേ. പ്രൈമറി വേവ്സ് അവ പ്രാഥമിക തരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പി വേവ്സ് എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പി വേവ്സ്. അപ്പോൾ എന്താണ് ഈ പി വേവ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശബ്ദ തരംഗങ്ങൾക്ക് തുല്യമായിട്ടുള്ളതാണ് പി വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദ തരംഗങ്ങൾക്ക് തുല്യമായിട്ടുള്ളതാണ് പി വേവ്സ്. ഇവയ്ക്ക് വേഗം പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ വേഗം വളരെ കൂടുതലുള്ളതും ശബ്ദതരംഗത്തിന് തുല്യമായിട്ടുള്ളതുമാണ് പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം എത്തുന്ന തരംഗം എന്ന് പറയുന്നത് പി വേവ്സ് ആയിരിക്കും. ഏറ്റവും ആദ്യം എത്തുന്നു, വേഗത കൂടുന്നു അല്ലെ, ശബ്ദതരംഗത്തിന് തുല്യമാണ്. ഇത് ഖരം, ദ്രാവകം, വാതകം, മാധ്യമം ഏതുമായിക്കൊള്ളട്ടെ അതിലൂടെ സഞ്ചരിക്കും അല്ലെ. ഖരം, ദ്രാവകം, വാതകം എന്നീ മാധ്യമങ്ങളിലൂടെ ഇത് സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ബോഡി വേവ്സ് എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി വേവ്സ് അല്ലേ, ശബ്ദതരംഗത്തിന് തുല്യമാണ് അത്. രണ്ടാമത്തേത് ഏതാണ്? സെക്കൻഡറി വേവ്സ് ആണ്. അപ്പോൾ പ്രൈമറി വേവ്സിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. ശബ്ദതരംഗത്തിന് തുല്യമായതാണ്, വേഗത കൂടുതലുണ്ട്, ആദ്യം എത്തുന്ന തരംഗം ഇതാണ്. ഖരം, ദ്രാവകം, വാതകം എന്നിവയിലൂടെ ഇത് സഞ്ചരിക്കാറുണ്ട്. ഇനിയോ സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നതാണ്. എന്താണ് സെക്കൻഡറി വേവ്സ്? എന്താണ് സെക്കൻഡറി വേവ്സ്? ഖരത്തിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് അല്ലെ. ഖരത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത്. ഖരത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നതാണ്. സെക്കൻഡറി വേവ്സിനെ ദ്രാവകത്തിലൂടെയോ വാതകത്തിലൂടെയോ ഒന്നും സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല അല്ലേ. പിന്നെയോ വേഗത വളരെ കുറവാണ്. പെട്ടെന്ന് പോകുന്ന തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾ വേഗത വളരെ കുറവുള്ള തരംഗങ്ങളാണ് അല്ലേ. വേഗത കുറവാണ്. സിസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം വന്നു ചേരുന്നതും ഇവനാണ്. ഏറ്റവും അവസാനം വന്നു ചേരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുന്നിൽ കാണുന്നതെല്ലാം തച്ച് തകർത്ത് തവിടുപൊടിയാക്കി വരുന്നത് കൊണ്ട് മാത്രമാണ് താമസിച്ചെത്തുന്നത്. മറ്റവൻ നേരെ പോകുന്നതുകൊണ്ട് ആർക്കും നാശം ഉണ്ടാക്കുന്നില്ല. ആര്? പ്രൈമറി വേവ്സ് എന്ന പ്രാഥമിക തരംഗങ്ങൾ. രണ്ടാമത്തെ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡറി വേവ്സ് അഥവാ എസ് വേവ്സ് എന്നാണ് പറയുന്നത്. ഈ എസ് വേവ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കി പോകുന്നുണ്ട്. വളരെ സാവധാനം മാത്രമേ ചെല്ലുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സീസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന തരംഗമാണ് സെക്കൻഡറി വേവ്സ് അഥവാ എസ് വേവ്സ്. ഇവ വിനാശകാരിയായിട്ടുള്ള വേവ്സ് ആണ്. ഇതാണ് നമ്മൾ നോക്കിയ ബോഡി വേവ്സിൻ്റെ 2 ഭാഗങ്ങളെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത തരംഗം എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത തരംഗം എന്ന് പറയുന്നത് സർഫസ് വേവ്സ് ആണ്. സർഫസ് വേവ്സ് എന്ന് വെച്ചാൽ ഉപരിതല തരംഗമാണ്. അപ്പോൾ ഉപരിതല തരംഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന് വെച്ചാൽ എന്താണ്? ഇവ അറിയപ്പെടുന്ന പേരെന്താണ്? എൽ വേവ്സ് എന്നറിയപ്പെടുന്നത്. കാര്യം എന്താണ്?
ലോങ് പീരീഡ് വേവ്സ് എന്ന പേരിലാണ് ഇവ അറിയുന്നത്. ലോങ് പീരീഡ് വേവ്സ്, അതായത് കുറേ നേരം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തരംഗമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ വിളിക്കുന്ന പേര് ലോങ് പീരീഡ് വേവ്സ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നതാണ് സർഫസ് വേവ്സ്. ഇതാണ് നമ്മൾ അറിയപ്പെടുന്ന തരംഗം. അതായത് ഇതാണ് നമ്മുടെ ഉപരിതലത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന തരംഗം എന്നുള്ളത്. എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ കുലുങ്ങുന്നില്ലേ, അങ്ങനെയുള്ള കാര്യം വരുന്നത് ഈ ഉപരിതല തരംഗങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ഭൂകമ്പം നടന്നു കഴിഞ്ഞാലും ചില മേഖലയിൽ അല്ലേ, ഇവിടെ ഭൂകമ്പം ഉണ്ടായാൽ നേരെ മുകളിലേക്ക് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, പല ഭാഗത്തേക്കും ഇതിൻ്റെ തരംഗങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന തരംഗങ്ങൾ പോകുമ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അത് ഏത് മേഖലയാണെന്നറിയാമോ? ആ മേഖലയാണ് ഷാഡോ സോൺ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത ഒട്ടും അനുഭവപ്പെടാത്ത മേഖലയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ഷാഡോ സോൺ എന്നാണ് പറയുന്നത്. ഷാഡോ സോൺ അല്ലേ. അപ്പോൾ ഷാഡോ സോൺ എന്ന് പറയുമ്പോൾ അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മളൊരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മേഖലയിലാണ് ഭൂകമ്പം ഉണ്ടാകണം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മേഖല നമ്മൾ എത്രയായിരിക്കാം? നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു 90 ഡിഗ്രി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മേഖല ഇപ്പുറത്തേക്ക് 100-നും 145-നും അല്ല ഇപ്പുറത്തും അതേപോലെ. അപ്പോൾ 105-നും 145-നും ഇടയിലുള്ള ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല. അതായത് ഷാഡോ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലുള്ളൊരു മേഖലയാണ്. ആ മേഖലയിൽ ഈ പറയുന്ന ഭൂകമ്പത്തിൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം പറയുന്നതാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്ന ആ ഉപകരണത്തിൽ വരുന്ന തരംഗങ്ങളാണ്. അപ്പോൾ സീസ്മോഗ്രാഫ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സീസ്മോഗ്രാഫ് കമ്പനം രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്. അതായത് സീസ്മോഗ്രാഫിൽ 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിൽ കമ്പനം എന്ന് പറയുന്നത് ഇല്ല. ബാക്കി എല്ലാ സ്ഥലത്തും കമ്പനമുണ്ട്. അപ്പോൾ സീസ്മോഗ്രാഫിൽ കമ്പനം രേഖപ്പെടുത്താത്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ഏത്? നമ്മളീ പറഞ്ഞ ഷാഡോ സോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ഭൂകമ്പം അളക്കാറുണ്ട് പൊതുവേ. അതെങ്ങനെയാണ് അളക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 തരത്തിൽ അളക്കുന്നത് അല്ലേ. ആ 2 തരത്തിലുള്ള അളവ് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് അതിൻ്റെ തീവ്രത അനുസരിച്ചാണ് അല്ലേ. തീവ്രത അതാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് അഥവാ നമ്മൾ തീവ്രത എന്ന് പറയുന്നത്. അപ്പോൾ തീവ്രത എന്ന് വെച്ചാൽ ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം ഊർജ്ജം പ്രവഹിക്കുന്നു എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ മാഗ്നിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന എന്തിനെ കണ്ടെത്തുന്നു? ഈ സിസ്മോഗ്രാഫ് പോലെ മറ്റൊരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണ് റിക്ടർ സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ റിക്ടർ സ്കെയിലിൽ ഇത്ര മാഗ്നിറ്റ്യൂഡിന് മുകളിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത് എന്ന് പറയും. അപ്പോൾ എത്രയാണ് അതിൽ അളവുള്ളത്? 0 മുതൽ 10 വരെയാണ് റിക്ടർ സ്കെയിലിൽ അളവുള്ളത് അല്ലേ. ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിലിൽ 0 മുതൽ 10 വരെയാണ് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ളത്. ഇതിൽ സിസ്മോഗ്രാഫിൽ 5 മാഗ്നിറ്റ്യൂഡിന് മുകളിൽ കാണപ്പെടുന്ന ഭൂകമ്പങ്ങളെല്ലാം വിനാശകരമായിട്ടുള്ള ഭൂകമ്പങ്ങളാണ് അല്ലേ. റിക്ടർ സ്കെയിലിൽ 5-ന് മുകളിൽ കാണപ്പെടുന്ന ഭൂകമ്പങ്ങളെല്ലാം എന്താണ്? വളരെയധികം ഡേഞ്ചറായിട്ടുള്ള ഭൂകമ്പങ്ങളാണ്. ഈ റിക്ടർ സ്കെയിലിന് പേര് കിട്ടാനായിട്ട് കാരണമെന്ന് വെച്ചാൽ ഒരു അമേരിക്കക്കാരനായ ഭൗമശാസ്ത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫിസിക്സ് വിഷയം കൂടി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഉപകരണം, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ച ഉപകരണത്തിൻ്റെ പേരാണ് റിക്ടർ സ്കെയിൽ. ആ പേര് വരാൻ കാര്യം ഈ കണ്ടുപിടിച്ച ആളിൽ എന്നാണ് കേട്ടോ. ഈ കണ്ടുപിടിച്ച ആളുടെ പേരാണ് CF റിക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ CF റിക്ടർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഫിസിക്സ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു ഭൗമശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഉപകരണമാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ്, ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കുന്ന ഉപകരണമാണ്. 0 മുതൽ 10 വരെയാണ് ഈ മാഗ്നിറ്റ്യൂഡ് അളക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ രണ്ടാമത് ഭൂകമ്പം അളക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലേ. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അളവാണ് രണ്ടാമത്തെ ഉപകരണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഉപകരണം ഇൻറ്റൻസിറ്റിയെ കുറിക്കുന്നതാണ്. റിക്ടർ സ്കെയിലിൽ 0 മുതൽ 10 വരെയാണെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തേത് ഇൻറ്റൻസിറ്റിയെ കുറിക്കുന്ന സ്കെയിലിൻ്റെ പേരെന്താണ്? മെർക്കലി സ്കെയിൽ എന്നാണ് പറയുന്നത്. ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കലി കണ്ടുപിടിച്ച സ്കെയിലാണ് ഈ പറയുന്ന മെർക്കലി സ്കെയിൽ. മെർക്കലി സ്കെയിൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നതാണ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 12 വരെയാണ്. അപ്പോൾ 0 മുതൽ 12 വരെയാണ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലേ. അത് മെർക്കലി സ്കെയിലാണ്. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആര്? മെർക്കലി എന്ന് പറയുന്ന വ്യക്തി. ഇനി നമുക്ക് വിവിധ തരം ഭൂകമ്പങ്ങൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. പലതരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ വിവിധ തരം ഭൂകമ്പങ്ങൾ ഏത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? അതിലൊന്നാമത്തെ ഭൂകമ്പമാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന പാറകൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഇങ്ങനെ നിരങ്ങി നീങ്ങുമ്പോൾ ഒരു കമ്പനവും ഘർഷണവും എല്ലാം ഉണ്ടാകും.
ഇങ്ങനെയുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. അപ്പോൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാറകൾ നിരങ്ങി നീങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന ആ ഒരു ചലനത്തിനെയാണ് നമ്മൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭൂകമ്പം ഉണ്ടതെന്താണ്? അഗ്നിപർവ്വതജന്യ സ്ഫോടനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. അതിന് നമ്മൾ അഗ്നിപർവ്വത സ്ഫോടന ഭൂകമ്പം എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് അഗ്നിപർവ്വതം, അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്, ഇതൊക്കെയാണ് ബാരൻ ദ്വീപ്, നർക്കൊണ്ടം മുതലായ അഗ്നിപർവ്വതങ്ങളുണ്ട് നമുക്കിവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി അതേപോലെ ഈ ഖനികളുണ്ടല്ലോ, ഖനികളിലൊക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചലനം മാത്രം ഉണ്ടായാൽ പോലും ഈ ഖനികളുടെ മേൽക്കൂരയൊക്കെ മൊത്തം ഇടിഞ്ഞു വീഴും, ഖനികളിൽ ആളുകൾ അകപ്പെട്ടും പോകും. ഖനികളിൽ മണ്ണിടിഞ്ഞെന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഭൂകമ്പ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഖനികൾ തകർക്കുന്ന ഭൂകമ്പത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് കൊളാപ്സ് ഭൂകമ്പം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊളാപ്സ് ഭൂകമ്പം അല്ലേ, കൊളാപ്സ് ഭൂകമ്പം. ഇനി അടുത്ത് എന്തായിരിക്കാം? ഈ ആണവരാസ പരീക്ഷണങ്ങളൊക്കെ നടക്കും. അതായത് ഇപ്പോൾ നമ്മൾ പൊക്രാനിൽ കൊണ്ടുപോയിട്ട് അണുബോംബ് പൊട്ടിച്ചു അല്ലേ, അതേപോലെ പല രാഷ്ട്രങ്ങളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, ആണവരാസ സ്ഫോടനങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുനിന്നുണ്ടാവാറുണ്ട് ചെറിയൊരു അഗ്നിപർവ്വത സ്ഫോടനമോ അല്ലെങ്കിൽ എന്തായിരിക്കാം ഭൂകമ്പമോ ഒക്കെ സംഭവിക്കാറുണ്ട്. അതാണ് ആണവരാസ സ്ഫോടന ഭൂകമ്പം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ എന്തായിരിക്കാം? ജലസംഭരണികൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പം എന്നാണ് പറയുന്നത്. അതായത് ജലസംഭരണി എന്ന് പറയുന്ന ഒഴുകിപ്പോകേണ്ടുന്ന ജലത്തെ നിശ്ചിത പ്രദേശത്ത് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ സംഭരിച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സംഭരിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ ഒരു ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നു ചെന്ന് കഴിയുമ്പോൾ ആ ഭാരം താങ്ങുന്ന ഭൂമിക്ക് ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും അത്തരം വ്യതിയാനങ്ങളുടെ ഫലമായിട്ട് അവിടെയുള്ള പ്ലേറ്റുകൾ ചിലപ്പോൾ അകലുകയോ അടുക്കുകയോ ഉയരുകയോ താഴുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെയുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ജലസംഭരണികൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. ഇങ്ങനെ ജലസംഭരണികൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഇപ്പോൾ പല രാജ്യങ്ങളിലുമൊക്കെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുമൊക്കെ പല ശാസ്ത്രകാരന്മാരും പറയുന്നത് ഇത്തരത്തിലുള്ള ഭൂകമ്പ സാധ്യത മുല്ലപ്പെരിയാറിൻ്റെ ഏരിയയിൽ കൂടി ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മേഖല എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ചലനങ്ങളാണ്. അപ്പോൾ ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ബോർഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് വളരെ മോശം കൈപ്പടയില്ല. കാര്യം എൻ്റെ കൈപ്പട വളരെ മോശമാണ്. പക്ഷേ കൈപ്പട മാത്രമേ മോശമായിട്ടുള്ളൂ, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള നോട്ട്സുകളോ മറ്റ് സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ടതിന് ശേഷം അതുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ മേഖല എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റാണ്. അപ്പോൾ നന്നായി പഠിക്കുവാനും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ.